ഇന്നലെ മുതൽ കാസർഗോഡ് ജില്ലയിൽ വലിയ ആശങ്കയുണ്ടാക്കിയ 2 സംഭവങ്ങളുണ്ടായി. മഞ്ചേശ്വരത്ത് നിന്നും കാണാതായ 2 ആൺകുട്ടികളെയും ഇന്നലെ രാത്രിയോടെ തന്നെ ബംഗളൂരുവിൽ നിന്ന് കിട്ടി. അതേസമയം കാണാതായ 2 പെൺകുട്ടികൾ എവിടെയെന്ന ചോദ്യം ബാക്കിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളുടെ നാടുവിടൽ തുടർക്കഥയാകുന്നത് കനത്ത ആശങ്കയ്ക്കാണ് ഇടയാക്കുന്നത്. നിസാര പ്രശ്നങ്ങളുടെ പേരിലും രക്ഷിതാക്കളുടെ ജാഗ്രത കുറവിലുമാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നതെന്നാണ് പോലീസും വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത്. ഏറ്റവും ഒടുവിലായി കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 2 വ്യത്യസ്ത സംഭവങ്ങളിലായി 2 പെൺകുട്ടികൾ ഉൾപ്പെടെ 4 പേരെ കാണാതായത്. കുഞ്ചത്തൂർ സ്വാഗത് ഹോട്ടലിന് സമീപം താമസിക്കുന്ന 14ഉം 13ഉം വയസ്സുള്ള ആൺകുട്ടികളെയാണ് ശനിയാഴ്ച വൈകുന്നേരത്തോടെ കാണാതായത്. കുട്ടികൾ മംഗളൂരുവിൽ നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കായി കർണാടക RTC ബസ് സ്റ്റാൻഡിലെത്തിയ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതേ തുടർന്ന് ബംഗളൂരു പോലീസ് നടത്തിയ തിരച്ചിലിൽ ഇരുവരെയും കണ്ടെത്തുകയായിരുന്നു. നാടുവിടാൻ ഇടയായ സാഹചര്യം വ്യക്തമല്ല. കുട്ടികളെ നാട്ടിലെത്തിച്ച് വിശദമായ മൊഴി രേഖപ്പെടുത്തിയാലേ ഇത് സംബന്ധിച്ച് വ്യക്തത ഉണ്ടാകുമെന്നാണ് പോലീസ് പറയുന്നത്. ഇതിൽ ഒരു കുട്ടിയുടെ സൈക്കിൾ 500 രൂപയ്ക്ക് വിൽപ്പന നടത്തിയാണ് ഇവർ നാടുവിട്ടത്. അതേസമയം മറ്റൊരു സംഭവത്തിൽ ബോർക്കാടി നീരോളിക്കയിൽ പ്രവർത്തിക്കുന്ന ശ്രീമാത ബാലികാശ്രമം ട്രസ്റ്റിന്റെ ഹോസ്റ്റലിൽ നിന്നും കാണാതായ 2 പെൺകുട്ടികളെ കണ്ടെത്താനായിട്ടില്ല. ഉർഡൂർ മണിയൂരിലെ 15 വയസ്സുകാരി അമൃത, കാസർഗോഡ് കേളുകുട്ടയിലെ 14 വയസ്സുകാരി KV അനന്യ എന്നിവരെയാണ് കാണാതായത്. ശനിയാഴ്ച രാത്രി 7 മണിക്ക് ശേഷമാണ് ഇരുവരെയും കാണാതായതെന്ന് ആശ്രമം ട്രസ്റ്റിന് വേണ്ടി നീരോളിക്കയിലെ നാരായണഭട്ട് നൽകിയ പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ മഞ്ചേശ്വരം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കി. ന്യൂസ് 18 കാസർഗോഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.